അങ്ങനെ അടുത്ത ദിവസം വീണ്ടും യാത്ര തുടങ്ങി. ഇന്ന് ഞാൻ മാത്രമല്ലായിരുന്നു, ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. കിട്ടിയെന്ന് ഒരു 11 മണി ആയപ്പോഴാണ് ഇറങ്ങിയത്. ഇന്ന് ഞങ്ങൾ പോകുന്ന അൻസലിനയുടെ നിക്കാഹിനാണ്. ഞങ്ങൾ ഇങ്ങ് എത്തിയപ്പോഴത്തേനും ഒരു 12:30 ആയി. ഇങ്ങ് വന്ന ഉടനെ എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമെന്നാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. എന്തായാലും ടൈമിങ്ങിന് ഇങ്ങ് എത്തിയത് കൊണ്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് കല്യാണച്ചക്കൻ ഈ മാസ് എൻട്രി എന്തായാലും മിസ്സായില്ല. ബന്ധുക്കളെല്ലാരും കൂടി നിന്നപ്പോഴാണ് സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എല്ലാവരും കല്യാണച്ചക്കനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് കൂട്ടത്തിലുള്ള ബാക്കി കുറച്ച് പേരെയും കൂടെ കണ്ടത്. ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ അവർ ഫുഡ് കഴിപ്പും കഴിഞ്ഞ് ഐസ്ക്രീം കഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അതങ്ങനെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പിന്നെ അൻസലിനെ എന്ത് ചെയ്യുന്നതാണ് നോക്കിയത്. സംഭവം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്റെ അടുത്ത് തന്നെ ഒരു കാറിൽ അൻസലിനെ ഇരിപ്പുണ്ടായിരുന്നു. അവളെ ഇങ്ങനെയൊന്നും ഒരുങ്ങി കാണാത്തത് കൊണ്ടാന്ന് തോന്നുന്നു. ഒരുങ്ങി വന്നപ്പോൾ ആളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നീട് മനസ്സാറും ബാക്കിയുള്ളവരും കൂടി വന്നു. കാർ വന്നപ്പോഴേ കാറിലിരുന്ന് അൻസലിനെ കണ്ടു. ആര്യ അനർഘ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും പിന്നെ അൻസലിനോട് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ മനസ്സാറിനോട് പോയി ദേവനും സംസാരിച്ചു. ഇനി ഞങ്ങളുടെ പെങ്കൊച്ചിനെ ഇറക്കട്ടെ എന്നും പറഞ്ഞ് ബന്ധുക്കളെല്ലാം വന്നു അവളെ അങ്ങ് കൊണ്ടുപോയി. ഇറങ്ങി വന്നപ്പോൾ ഒരു മാലാക നടന്നു വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അവൾക്ക് ആ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ ക്യാരക്ടർ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സഹിക്കാൻ വയ്യാത്ത ചൂടാണെങ്കിൽ ആൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. കയറി പോകുന്നതിന്റെ ഇടയ്ക്ക് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് മിസ്സായി പോയി. പിന്നെ ക്യാമറാമാന്മാരുടെ ഫോട്ടോ എടുപ്പായിരുന്നു. എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയോണ്ടാണ് ഇത്രയെങ്കിലും എടുക്കാൻ പറ്റിയത്. അങ്ങനെ ചടങ്ങൊക്കെ തുടങ്ങാനുള്ള സമയമായി. പുറത്തെ ചൂടും അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിനകത്തെ ചൂടും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണം. നിക്കാഹ് ചടങ്ങുകളൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു. പിന്നീട് അൻസലിനയുടെ അമ്മ അവർക്ക് രണ്ടുപേർക്ക് മധുരം കൊടുത്തു. എന്താന്ന് വെച്ചാൽ ഈ ഇട്ടിരിക്കുന്ന താലിമാല ഷോളിനുള്ളിലൂടെ അകത്തോട്ട് ഇടുവാണ്. ഇതിന്റെ പരിശ്രമമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെയറും ആ ഷോളൊക്കെ കിടക്കുന്നത് കൊണ്ടാണ് എനിക്ക് ശ്രമിച്ച് അതൊക്കെ അങ്ങ് സെറ്റായി. അതിനുശേഷം അവരുടെ കസിൻസും അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും കൂടി നിന്നുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ഇനിയാണെങ്കിൽ ഫോട്ടോ എടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ടൈം ആയിരുന്നു. അപ്പൊ ഞങ്ങളും എംകോംകാരെല്ലാം കൂടി നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി. അപ്പോഴാണ് അശ്വിനി സിജി ഒന്ന് സംസാരിക്കാനായിട്ട് കിട്ടുന്നത്. അവരാണ് ഇനിയും വരുന്ന എക്സാമിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ ലോങ് യാത്രയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. എന്തായാലും നിമലിന്റെ വീട്ടിലോട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഒരു ആശ്വാസം തോന്നിയത്. എവിടെ ഇരുന്നാലും നല്ല കാറ്റുണ്ട്. ഇതാണ് ഞങ്ങളുടെ നിമലിന്റെ വീട്. ആണെങ്കിൽ അമ്മ ഉണ്ടായിരുന്നു. വന്നപ്പോൾ അമ്മ ഓടിപ്പോയി ഞങ്ങൾക്ക് മാങ്ങ അരിഞ്ഞു ഉപ്പും മുളകൊക്കെ ഇട്ട് തന്നു. ഇവിടെ പഴുത്ത മാങ്ങയും കൂടെ കഴിക്കാൻ തന്നു. അങ്ങനെ അനന്തവും ദേവനും കൂടെ ദേവന്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. ആ ടൈമും കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങയൊക്കെ ഞങ്ങൾ അകത്താക്കി. പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് അമ്മ മാങ്ങയും തന്നു വിട്ടിട്ടുണ്ട്. അങ്ങനെ സ്ഥലമൊക്കെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ നിമല് ഞങ്ങളെയും കൊണ്ട് അവിടെ അടുത്ത് ചെറിയൊരു പാലമൊക്കെ ഉള്ള സ്ഥലത്ത് പോയി. അവിടെ നിന്നപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അവിടെ നിന്ന് നമുക്ക് ചുട്ടിപ്പാറ കാണാൻ പറ്റും. എന്നിട്ട് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നു. പിന്നെ കാലാവസ്ഥയുടെ മട്ടും ഭാവവും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേനും ഞങ്ങൾ ഇങ്ങ് പോകുന്നു. മഴയൊക്കെ പെയ്ത് തുറന്നിട്ട് ഇറങ്ങാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് വരെ ചെല്ലാൻ പറ്റില്ല. എന്റെ കയ്യിൽ ഒരു റെയിൻകോട്ട് ഉണ്ട്, അതാണ് ഇടാനും സമ്മതിക്കില്ല. മാത്രം മഴ നനഞ്ഞിട്ട് ഞാൻ മാത്രം മഴ നനയാതിരുന്നാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ടൊരു നീണ്ട യാത്ര തന്നെയാണ്. എന്നിട്ട് മണിമല വരെ ഞങ്ങൾ ഇനി പോകണം. അങ്ങനെ മഴയ്ക്ക് മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പകുതി വഴിയോളം എത്തിയപ്പോഴത്തേനും നല്ലോണം ഇരുട്ടാനും തുടങ്ങി. പോകുന്ന വഴി ചുറ്റിനും കാടൊക്കെ ആയിരുന്നു. ഏടുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ ഫോണൊന്നും എടുക്കാൻ തോന്നുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത യാത്രാ വിശേഷങ്ങൾ കാണാം. ബൈ.